മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ദൈവം തന്ന ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് ഈ ഒരു ദിനത്തെ നമുക്ക് സ്വീകരിക്കാം. കർത്താവിന് മുൻപിലേക്ക് ഈ ദൈവിക ദാനത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ അനന്തമായ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഒരു പുതിയ ദിനം കൂടി എനിക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദസാഗരം അങ്ങയെ പാടിപ്പുകഴ്ത്തുകയാണ്. എന്റെ കൺമുമ്പിലേക്ക് തെളിയുന്ന പ്രകാശധോരണി അങ്ങയുടെ സാന്നിധ്യത്തെ എനിക്ക് വെളിവാക്കി തരുകയാണ്. കർത്താവെ, ഈ പ്രപഞ്ചത്തിന് പുതിയൊരു ദിനം നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു പുതിയ ദിവസം അങ്ങയുടെ സ്നേഹത്തിന്റെ പുതുമ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ള ഈ നല്ല അവസരത്തെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഈ ദിവസം അങ്ങ് എനിക്ക് ഏൽപ്പിച്ചു തരുന്ന ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവെ, ഞാൻ കണ്ടുമുട്ടുന്ന മുഴുവൻ വ്യക്തികളിലും അങ്ങയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാൻ കർത്താവെ, മറ്റുള്ളവർക്ക് ഒരു നല്ല ദിനം സൃഷ്ടിച്ചു കൊടുക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ മുട്ടിവിളിക്കുന്ന അനേകരുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിക്കണമേ എന്നും സകലർക്കും നന്മയും അനുഗ്രഹവും ലോകം മുഴുവനും സമാധാനവും സൗഹൃദവും നിറഞ്ഞ ഒരു ദിനമാക്കിയതിനെ മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദിവസം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്റെ വഴികളിൽ അങ്ങയുടെ കരം പിടിച്ച് നീങ്ങുവാനുള്ള കൃപയും ഞാൻ യാചിക്കുന്നു. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിന്റെ ഒരു തിരുവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം.
എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ അനുഗ്രഹം നിറഞ്ഞ ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ തിരുവചനങ്ങളിലൂടെ ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം. വലിയൊരു പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ വരവിനു വേണ്ടി, രക്ഷകന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. ആ കാത്തിരിപ്പിന്റെ നാളുകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈശോയുടെ തിരുജനനത്തിന് അകമ്പടി സേവിച്ചവരെന്ന നിലയിൽ ഇവരൊക്കെ നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടികളാണ് താനും. അത്തരത്തിൽ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, വസ്തുക്കളുണ്ട്, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. ഈ വഴിയിലാണ് നമ്മൾ എലിസബത്തിനെ കണ്ടുമുട്ടുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം, വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞിന് ജന്മമേകുവാൻ കിട്ടിയ ഭാഗ്യം, അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കുറച്ചു കാലമെങ്കിലും ആളുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് യൂദയായിലെ മലഞ്ചെരുവിലെ ഈ കൊച്ചു വീട്ടിൽ എലിസബത്ത്. അവളെ അന്വേഷിച്ചു ചെല്ലുകയാണ് പരിശുദ്ധ കന്യകാമറിയം. അങ്ങനെ അന്വേഷിച്ചു ചെന്ന വേളയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അഭിവാദനത്തിന്റെ സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടിയെന്നും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി തീർന്നുവെന്നും നാം കേൾക്കുമ്പോൾ ഒരു അഭിവാദനത്തിന്റെ ശക്തി എന്തുമാത്രമുണ്ട്! ഒരു വാക്കിന് ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടി കഴിയും! ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ വേണ്ടി കഴിയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനം. പരിശുദ്ധ കന്യകാമറിയം എന്ന സാധാരണ പെൺകുട്ടി എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ സ്വാഭാവികമായി പറഞ്ഞിരിക്കാവുന്ന ഒരു വചനത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ദൈവികമായ സ്നേഹം, അത് എലിസബത്തിനെ മാത്രമല്ല, എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവിനെ, യോഹന്നാനെ പോലും പ്രചോദിപ്പിക്കുന്ന രീതിയിൽ, കുതിച്ചു ചാടത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും അവരുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനും മാത്രം ശക്തിയുള്ളതായി. ഒരു അഭിവാദനത്തിന്റെ സ്വരം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് മാറി. ഇതാണ് വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ക്രിസ്മസിന്റെ നല്ല കാലയളവിൽ പരിശുദ്ധ അമ്മയെ പോലെ അനുഗ്രഹീതമായ വചനങ്ങൾ പറയുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി, പ്രത്യേകിച്ച് ഈ ദിവസം പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ തക്ക രീതിയിലുള്ള ഹൃദ്യമായ വചനങ്ങൾ പറയുവാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാകും നമ്മുടെ ഒരു വാക്കിന്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഭവനങ്ങളിലും ജോലിസ്ഥലത്തും കണ്ടുമുട്ടുന്ന വ്യക്തികളോടുമൊക്കെ 100,000 വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ വാക്കുകളിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള ദൈവികത അടങ്ങിയിരിക്കുന്നുവെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിനെ സംവേദനം ചെയ്യാൻ വേണ്ടി കഴിയും. ഉള്ളിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ആളുകളെ അടിച്ച് ഇരുത്തുന്ന വാക്കുകളാണ്. അവരുടെ പ്രസാദം നഷ്ടപ്പെടുന്നു, അവരുടെ പ്രകാശം നഷ്ടപ്പെടുന്നു. പലപ്പോഴും നിഷേധാത്മകമായ വാക്കുകളാണ് നാം പ്രയോഗിക്കുന്നത്. എന്നാൽ ദൈവികത നിറഞ്ഞ വ്യക്തികൾ പറയുന്ന ഓരോ വാക്കും അവർക്ക് വലിയൊരു ഊർജം പ്രദാനം ചെയ്യുന്നു. അവര് പോലും അറിയുന്നില്ല അത് മറ്റു വ്യക്തികളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വാക്കുകൾ എലിസബത്തിലേക്ക് ഒരു വലിയ ശക്തിയായി തീർന്നു. അത് എലിസബത്തിൽ മാത്രമല്ല, എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന ശിശുവിനും അത് അനുഭവവേദ്യമായി. ആ ശിശു കുതിച്ചു ചാടുകയാണ്. അതാണ് നല്ല വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ, നല്ല വാക്കുകളുടെ ചുറ്റുപാട് ജീവിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വലിയ മാറ്റം. നമുക്ക് പ്രാർത്ഥിക്കേണ്ടതും ഇതിനു വേണ്ടിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ കൃപ നിറഞ്ഞ വാക്കുകൾ പറയാൻ വേണ്ടി. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ മാതാപിതാക്കളെ കാണുന്നുണ്ട്, ജീവിത പങ്കാളിയെ കാണുന്നുണ്ട്, മക്കളെ കാണുന്നുണ്ട്, നമ്മുടെ ജോലിസ്ഥലത്ത് പല ആളുകളെയും കാണുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നതായി തീരണം. അങ്ങനെയുള്ള വാക്കുകളുണ്ട്. അത് ഡിക്ഷണറിയിലുള്ള വാക്കുകളല്ല, നിഘണ്ടുവിൽ കാണാത്ത വാക്കുകളാണ്. നിഘണ്ടുവിൽ കാണാത്ത ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് അത്തരം വാക്കുകളിലേക്ക് കടന്നു പോകുന്നത്. അത് മനസ്സിനോട് സംസാരിക്കുന്ന വാക്കുകളാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ
വാക്കുകളൊന്നുമില്ല, പക്ഷെ ആ നിശബ്ദതയിൽ പോലും എന്തൊക്കെയോ സംവേദനം ചെയ്യുന്നു. നമുക്ക് തളർന്നു പോകുന്നവരോട് നല്ല വാക്കുകൾ പറയാൻ ഈ ദിവസം പരിശ്രമിക്കാം. കാണുന്നവരിലേക്കൊക്കെ ഒരു ദൈവിക ചൈതന്യം കൊടുക്കുന്ന, ദൈവിക ശക്തി കൊടുക്കുന്ന, ദൈവകൃപയുടെ വാക്കുകൾ പ്രയോഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന്റെ വചനം നമുക്കറിയാം, നാവ് ഒരു ചെറിയ അവയവമാണ്, എന്നാൽ അത് അനിയന്ത്രിതമായ അഗ്നി ഉണ്ടാക്കുന്നു. ഈ അഗ്നി രണ്ടു തരത്തിലാണ്. ഒന്ന് കത്തിച്ച് ചാമ്പലാക്കാനും മറ്റൊന്ന് ശുദ്ധീകരിക്കാനുമുള്ള അഗ്നിയാണത്. നമ്മുടെ വാക്കുകളൊക്കെ പലപ്പോഴും കത്തിച്ച് ചാമ്പലാക്കുകയാണ്. ഒറ്റ വാക്ക് മതി, എല്ലാം തീർന്നു. പക്ഷെ ശുദ്ധീകരിക്കാൻ, ശക്തിപ്പെടുത്താൻ, അതിനുള്ളൊരു അഗ്നി എരിയിക്കാൻ ഈ നാവ് കൊണ്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് നന്മയാകുന്ന, ഇന്നത്തെ നമ്മുടെ വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് ഹൃദ്യമാകുന്ന, മറ്റുള്ളവരെ വളർത്തുന്നതാകുന്ന ഒരു അനുഭവത്തിലേക്കൊന്ന് വരാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? നല്ല വാക്കുകൾ ഇന്ന് ഞാൻ സംസാരിക്കൂ. ഞാൻ എല്ലാവരോടും ക്രിയാത്മകമായ വാക്കുകൾ സംസാരിക്കൂ. അവർക്ക് നന്മയുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, ഹൃദയത്തിന്റെ തികവിൽ നിന്ന് നന്മ നിറഞ്ഞ വാക്കുകൾ സംസാരിക്കും. അപ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾ ആത്മാവിനെ കൊണ്ട് നിറയുന്നവരായിട്ട് മാറും. വാക്ക് കേൾക്കുക മാത്രമല്ല, വാക്ക് കാതുകളിലൂടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞ് അവിടെ ഒരു ആത്മാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ പിന്നീട് പറയുന്നത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. എലിസബത്തിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണ് ഇങ്ങനെ പറയാൻ വേണ്ടി. ഈ വിവരങ്ങളൊന്നും അറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ സംസാരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ തുറന്നിടുന്നതായിട്ട് മാറും. നമ്മൾ നോക്കൂ, നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര വാക്കുകൾ നമ്മൾ സംസാരിക്കും. അതിലെത്ര വാക്കുകൾ നമ്മൾ മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി സംസാരിക്കും. ചിലപ്പോഴൊക്കെ കൽപ്പനകളും, ചിലപ്പോഴൊക്കെ ശകാരങ്ങളും, ചിലപ്പോഴൊക്കെ പ്രാഗി നേർന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കാം. ദൈവമേ, ഇന്ന് നല്ല വാക്കുകളാണ് ഞാൻ സംസാരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം സംസാരിച്ചതുപോലെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാവ് നിറഞ്ഞ വാക്കുകൾ, ആ ആത്മാവ് നിറഞ്ഞ വാക്കുകൾ ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരിലേക്ക് കൊടുക്കത്തക്കതാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ധരണിയാകെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവെ, അങ്ങ് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഏറ്റെടുക്കുവാനും അങ്ങയുടെ മഹത്വത്തോട് ചേർന്ന് സമർപ്പിക്കുവാനും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സ്നേഹ കൂട്ടായ്മയോട് ചേർന്ന് ജീവിക്കുവാനും ആ സ്നേഹ കൂട്ടായ്മയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും ത്രിത്വാത്മക സ്നേഹത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ഈ ദിവസത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ കൂടെ സാന്നിധ്യമായിരുന്ന് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഇന്നത്തെ തിരുവചനത്തിൽ വായിച്ച് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ
പരിശുദ്ധാത്മാവ് നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുവാൻ, എന്റെ പ്രിയപ്പെട്ടവരോട് നന്മയുടെ വാക്കുകൾ സംസാരിക്കുവാൻ, അതവരെ സ്പർശിക്കത്തക്ക രീതിയിൽ, അവരുടെ ആത്മാവിനെ ഉണർത്തക്കത്തക്ക രീതിയിൽ സംസാരിക്കുവാൻ അമ്മ എനിക്ക് കൃപ ചൊരിയണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്റെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ. എനിക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ ശക്തി പ്രദാനം ചെയ്യണമേ. ഞാൻ കടന്നു പോകുന്ന വഴികളെയും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെയും നന്നായി ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് പ്രദാനം ചെയ്യണമേ. സ്വർഗോന്മുഖമായി ജീവിക്കുവാനും പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും അവിടുന്ന് എന്നെ സഹായിക്കണമേ. ഈ ക്രിസ്മസിന്റെ ഒരുക്കത്തിന്റെ നല്ല നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ അരൂപിയിൽ ജീവിച്ചുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും നന്മയുടെ സാന്നിധ്യമാകുവാൻ എനിക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. എന്റെ കാവൽ മാലാഖയെ എന്നെ കൈപിടിച്ച് നടത്തണമേ. ജീവിതത്തിന്റെ ദുരിതമാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തട്ടി വീഴാതെയും തകർന്നു പോകാതെയും എന്റെ കൈകൾക്കും എന്റെ കാലുകൾക്കും ബലം നൽകി എന്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി അവിടുന്ന് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഈ ഒരു പുതിയ ദിവസം അങ്ങയുടെ സ്നേഹത്തോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും അനുഗ്രഹവും കൃപയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ പ്രത്യേകമായി കൈപിടിച്ച് നയിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം കർത്താവിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഭൗതിക ലോകത്തേക്കുള്ള ക്രിസ്തുവിന്റെ ആഗമ നിമിഷം എന്ന നിലയിൽ പുൽക്കൂട്ടിലാണ് യേശുക്രിസ്തുവിലുള്ള ഐക്യം എന്ന മഹനീയ രഹസ്യം ലോകത്തിന് വെളിപ്പെട്ടത്. ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്ന ഏക ലക്ഷ്യത്തോടെയാണ് സ്വർഗവാസികളും ഭൂവാസികളും അന്ന് ഉണ്ണിക്ക് ചുറ്റും സമ്മേളിച്ചത്. ലോകരക്ഷകൻ പിറന്നു, മഞ്ഞു പെയ്യുന്നരാവും ലോകരക്ഷകൻ പിറന്നു. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഉന്നതങ്ങളിൽ ദൈവമഹത്വം, ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. വാനിൽ താരഗണങ്ങൾ നിറഞ്ഞു, മഞ്ഞിൻ പൈതലയൊരു നോക്കു കാണാം. വാനിൽ താരഗണങ്ങൾ നിറഞ്ഞു, മഞ്ഞിൻ പൈതലയൊരു നോക്കു കാണാം. മഞ്ഞു പെയ്യുന്ന രാവും ലോകര
ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. യഹൂദന്മാരുടെ രാജാവായി നീ പിറന്നു. സ്വർഗീയ സൈന്യത്തിൻ സംഘം വാനിൽ പാടി. യഹൂദന്മാരുടെ രാജാവായി നീ പിറന്നു. സ്വർഗീയ സൈന്യത്തിൻ സംഘം വാനിൽ പാടി. തപ്പോടെ കൈത്താളമേളമോടെ പാടാം ശ്രീയേശുവിൻ ജനനം. തപ്പോടെ കൈത്താളമേളമോടെ പാടാം ശ്രീയേശുവിൻ ജനനം. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. അതിരുകളില്ലാത്ത സ്നേഹം മർത്യർക്കു നൽകാൻ അളവില്ല ദാനങ്ങൾ നമ്മൾ കേൾക്കാൻ. അതിരുകളില്ലാത്ത സ്നേഹം മർത്യർക്കു നൽകാൻ അളവില്ല ദാനങ്ങൾ നമ്മൾ കേൾക്കാൻ. ആലംബഹീനർത്തൻ ദൈവമാ ഉണ്ണി മിശിഹാ പിറന്നു. ആലംബഹീനർത്തൻ ദൈവമാ ഉണ്ണി മിശിഹാ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. ഉന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഉന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂവിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. ഒന്ന് പിറന്നിതാ മേരിതൻ സുതനാ ഗോശാലതൻ പുൽക്കൂടതിൽ വാനിൽ താരാഗണങ്ങൾ നിറഞ്ഞു. മഞ്ഞിൻ പൈതലെ ഒരു നോക്കു കാണാം. വാനിൽ താരാഗണങ്ങൾ നിറഞ്ഞു. മഞ്ഞിൻ പൈതലെ ഒരു നോക്കു കാണാം. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. മഞ്ഞു പെയ്യുന്ന രാവൊന്നിൽ ലോകരക്ഷകൻ പിറന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ജീവിതത്തെ, ഈ ദിവസത്തെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്തിലൂടെ കടന്നുപോയി ക്രിസ്മസിന്റെ നല്ല ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കാൻ, മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ചൊരിഞ്ഞു കൊടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ എല്ലാ കൃപകളും നമ്മളിലേക്ക് അവിടുന്ന് വർഷിക്കുമാറാകട്ടെ. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ശംശികായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനമായി നൽകുകയും ചെയ്യട്ടെ.